ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും Bvk മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 8 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മോശം ജീവിതശൈലിയും മോശം ഭക്ഷണശീലങ്ങളും മാറ്റി ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടർന്നാൽ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഭക്ഷണശീലങ്ങൾ പോലെ തന്നെ വ്യായാമക്കുറവും കൊളസ്ട്രോളിനൊരു കാരണമാകാറുണ്ട്. ശരിക്കും നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ കൊളസ്ട്രോളും ഷുഗറുമൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ചൂടുവെള്ളത്തിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് വെറും വയറ്റിൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിൽ ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പരമാവധി ഓട്സ് പോലെയുള്ള ആഹാരങ്ങളോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം പ്രഭാത ഭക്ഷണമായിട്ട് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ചിയ സീഡ്സ്, അതുപോലെ തന്നെ വാൾനട്ട്, ഫാറ്റി ഫിഷ് തുടങ്ങിയവ രാവിലെ കഴിക്കുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. 4, പ്രഭാത ഭക്ഷണത്തിൽ റെഡ് മീറ്റിൻ്റെ ഉപയോഗം, മധുരവും എണ്ണയും കൂടിയ ഭക്ഷണങ്ങൾ എന്നിവ ഒരിക്കലും ഉൾപ്പെടുത്താതിരിക്കുക. അതായത് രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ എണ്ണക്കടികളും മധുരപലഹാരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. 5 നമ്മൾ പറയുന്ന രാവിലെ വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള പ്രധാന മാർഗ്ഗമാണ്. ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ സഹായിക്കും. കൊളസ്ട്രോൾ മാത്രമല്ല, അമിതമായിട്ടുള്ള വണ്ണവും ഇത് കൊണ്ട് കുറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പരമാവധി 30 മുതൽ 1 മണിക്കൂർ വരെ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. 6 നമ്മൾ പറയുന്ന രാവിലെ ഗ്രീൻ ടീ കുടിക്കുന്നതും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കാരണം ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് കൊളസ്ട്രോളിൻ്റെ തോത് കുറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ടീ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെയുള്ള ആളുകളാണെങ്കിൽ അത് കുറയ്ക്കുക. അമിതമായിട്ട് സ്ട്രെസ്സൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേന് അതുകൊണ്ടും നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓഫീസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വീട്ടും അങ്ങനെ മറ്റുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കം ഇല്ലാഴുകയും അങ്ങനെ ഉറങ്ങാതിരിക്കുന്നതും കൂടുതൽ മാനസിക സമ്മർദ്ദം ഒക്കെ ഉണ്ടാകുന്നതും കൊളസ്ട്രോളിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യവും നമ്മൾ പരമാവധി ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ദിവസവും രാവിലെ കൊളസ്ട്രോളിൻ്റെ നില നമുക്ക് പരിശോധിക്കാൻ കഴിയുവാണെങ്കിൽ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തേരം ഉണ്ടെന്നും അല്ലെങ്കിൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 8 കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.